നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ചൈനയും ഇന്ത്യയും അടങ്ങുന്ന രാജ്യങ്ങളിലെ പ്രധാന ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായി റഷ്യ ഉയർന്നു വന്നു. ഇതോടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന രാഷ്ട്രങ്ങളിൽ ഒന്ന് സൗദി അറേബ്യ ആയിരുന്നു. പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിലേക്കുമുള്ള സൗദി അറേബ്യയുടെ കയറ്റുമതി കുറഞ്ഞു. എന്നാൽ സൗദി അറേബ്യയുടെ മൊത്തത്തിലുള്ള കണക്കുകൾ എടുക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ലഭിക്കുന്നത്. സൗദി അറേബ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതി നവംബറിൽ 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നാണ് ജോയിന്റ് ഓർഗനൈസേഷൻസ് ഡാറ്റ ഇനീഷ്യേറ്റീവിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂഡ് കയറ്റുമതിക്കാരിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി പ്രതിദിനം 39,000 ബാരൽ വർദ്ധിച്ച് നവംബറിൽ ഏകദേശം 6.34 ദശലക്ഷമായി ഉയർന്നു. ഒക്ടോബറിൽ ഇത് 6.3 ദശലക്ഷം BPD ആയിരുന്നു. അതേസമയം സൗദി ക്രൂഡ് ഓയിൽ ഉൽപാദനം നവംബറിൽ 1,22,000 BPD കുറഞ്ഞ് 8.82 ദശലക്ഷം BPD ആയി. ഒപെക് കരാറിന്റെ ഭാഗമായി രാജ്യം ഉൽപാദനം വെട്ടിക്കുറയ്ക്കുകയും സ്വമേധയാ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്തതാണ് ഇതിന് കാരണം. കണക്കുകൾ പ്രകാരം 2023 ഏറ്റവും താഴ്ന്ന നിലയിലാണിത്. 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ സൗദി അറേബ്യയുടെ അസംസ്കൃത എണ്ണ ഉൽപാദനം 5 വർഷത്തെ ശരാശരി പരിധിക്ക് താഴെയാണ്. ഉൽപാദനം കുറഞ്ഞെങ്കിലും കയറ്റുമതി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഗൾഫ് രാഷ്ട്രം നേട്ടമായിട്ടാണ് കാണുന്നത്. 2024 തുടക്കത്തിലും സൗദി അറേബ്യയുടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം കുറയാനാണ് സാധ്യത. വിപണിക്ക് ആവശ്യമെങ്കിൽ ഒപെക് ഉൽപാദന വെട്ടിക്കുറവ് 2024 മാർച്ചിന് ശേഷം തുടരാൻ കഴിയുമെന്ന് 2023 അവസാനത്തോടെ സൗദി അറേബ്യയുടെ ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം 2023 സൗദി അറേബ്യയെ മറികടന്ന് ചൈനയുടെയും ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനായി റഷ്യ മാറിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവന്നത്. കഴിഞ്ഞ വർഷം റഷ്യ ചൈനയിലേക്ക് 107.02 ദശലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് കയറ്റി അയച്ചത്. ഇത് പ്രതിദിനം 2.14 ദശലക്ഷം ബാരലിന് തുല്യമാണെന്ന് ചൈനീസ് കസ്റ്റംസ് ഡാറ്റ വ്യക്തമാക്കുന്നു. മറ്റ് പ്രധാന എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ, ഇറാഖ് എന്നിവയേക്കാൾ വളരെ കൂടുതലാണ് ചൈനയിലേക്കുള്ള റഷ്യയുടെ ഇറക്കുമതി. മുൻപ് ചൈനയുടെ ഏറ്റവും വലിയ വിതരണക്കാരായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി 1.8% ഇടിഞ്ഞ് 85.96 ദശലക്ഷം ടണ്ണായി. ഉക്രൈൻ യുദ്ധത്തിനുള്ള സാമ്പത്തിക സ്രോതസ് തടയുകയെന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും UK ഒക്കെ അടങ്ങുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇതോടെ വൻ വിലക്കിഴിവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ റഷ്യ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായി മാറി. ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിലും റഷ്യ അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2023 സൗദി അറേബ്യയെ മറികടന്ന് ചൈനയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനായി റഷ്യ മാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻപ് ചൈനയുടെ ഏറ്റവും വലിയ വിതരണക്കാരായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി 1.8% ഇടിഞ്ഞ് 85.96 ദശലക്ഷം ടണ്ണായി. വിലക്കിഴിവുള്ള എണ്ണയ്ക്കുള്ള ചൈനീസ് ഇന്ത്യൻ റിഫൈനർമാരുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ റഷ്യൻ എസ്പോ ക്രൂഡ് ഓയിലിന്റെ വില 2023 ഉയർന്നു. സൗദി അറേബ്യ ജൂലൈ മുതൽ അവരുടെ അറബ് ലൈറ്റിന്റെ വില ഉയർത്തിയതോടെ ചില റിഫൈനർമാരെ വില കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു.